ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന കുറച്ച് വിശേഷത്തിലേക്ക് കടന്നാലോ? അപ്പൊ ഞാൻ നാളത്തെ വിശേഷം പറയാത്തത്, അത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു എന്ന് ഇനി നാളെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒരു പ്രമോ എന്ന് പറഞ്ഞൊരു തംബ്നെയിലൊക്കെ കൊടുത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അതായത് ഇനിയിപ്പോ വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് സോറി, ഈ ആഴ്ചയിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അലീനയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടാലോ? നമ്മുടെ അലീന ആരാണെന്നുള്ള സത്യം ആരാണ് ഫസ്റ്റ് തിരിച്ചറിയുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് വേറെ ആരുമല്ല, നമ്മുടെ ബാലേന്ദ്രൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനാണ് അറിയുന്നത് അലീന വൈജയന്തിയുടെ മകളായിരുന്നു എന്ന്. അതായത് ഈ വൈജയന്തിക്ക് ബാലേന്ദ്രൻ അറിയുന്ന തന്നെ ഒരു ഭാവികാലം അല്ല, സോറി, ഭൂതകാലം ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അറിയുന്നൊരു കാലം തന്നെ ആയിരുന്നു നമ്മുടെ വൈജയന്തിക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നും ആ അഫയറിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്നൊന്നും അറിയില്ല. പക്ഷെ ആ അഫയറിൽ നമ്മുടെ വൈജയന്തി വല്ലാതെ തളർന്നു പോയിരുന്നു എന്നൊക്കെ ബാലേന്ദ്രൻ അറിയാം. ഇവരുടെ വിവാഹത്തിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ വിവാഹത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഈ ഒരു കല്യാണമൊന്നും. പക്ഷെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ മൂലം ഈ ഒരു കല്യാണം നടത്തേണ്ടി വന്നു. തല കുനിച്ച് നമ്മുടെ ബാലേന്ദ്രന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്ന കുറച്ച് അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഏകദേശം നമ്മുടെ ബാലേന്ദ്രനും അറിയാം. അപ്പൊ എങ്ങനെയാണ് ഭൂതകാലം എന്ന് ഏകദേശം അറിയാം. പക്ഷെ ഒരു കുട്ടി ഉണ്ടെന്ന് എന്നൊന്നും അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ നമ്മുടെ ബാലേന്ദ്രന്. പക്ഷെ ബാലേന്ദ്രൻ അറിയാൻ പോവുകയാണ് നമ്മുടെ വൈജയന്തിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു അഫയർ ഉണ്ടായിരുന്നു. ആ അഫയർ ചില്ലറ അഫയർ ഒന്നും അല്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ആ അഫയർ എന്ന് പറയുന്നത് ഒരാൾ പറ്റിച്ചിട്ട് പോവുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിന് നമ്മുടെ കുഞ്ഞ് രാമമേനോന്റെ കുറച്ച് കൈകളൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞ് രാമമേനോൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് നല്ലൊരു അച്ഛനായിരുന്നില്ല. അങ്ങനെ ഒരു നല്ല അച്ഛനായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വൈജയന്തിക്ക് ഈ ഒരു അവസ്ഥ വരികയോ അലീനയ്ക്ക് ഈ ഒരു അവസ്ഥ വരികയോ ചെയ്യില്ലായിരുന്നു. തൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞിരാമമേനോൻ ആരും അറിയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ വൈജയന്തി പോലും അറിയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിലൊരു കാര്യമാണല്ലോ അലീന. ഈ വൈജയന്തി അറിയാതെ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വൈജയന്തിക്ക് ഒരു കാമുകൻ ഉണ്ടായിരിക്കുമല്ലോ. കാമുകന് ഇല്ലാതെ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ലല്ലോ. അപ്പൊ ആ കാമുകനെ നമ്മുടെ കുഞ്ഞിരാമമേനോൻ എങ്ങനെയാണ് നശിപ്പിച്ചത്? ആ കാമുകൻ എങ്ങനെയാണ് നമ്മുടെ വൈജയന്തിയിൽ നിന്നും അകന്നത്? എന്താണ് അലീനയുടെ അച്ഛന് സംഭവിച്ചത് എന്നൊക്കെ ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിരാമമേനോൻ വലിയൊരു ക്രൂരൻ തന്നെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ വൈജയന്തിക്ക് ഇപ്പൊ അലീനയെ എന്താ പറയുക, അവിടെ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ ഉള്ളത് ഇപ്പൊ ഒരു ചെറിയൊരു ചീത്തപ്പേരുണ്ട്. അത് മാത്രമല്ല, അലീനയ്ക്ക് കുറച്ച് തൊലിവെളുപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അലീനയെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് കൂടുതൽ നമ്മുടെ ബാലേന്ദ്രനിലേക്കുള്ള ഒരു സംശയത്തിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ബാലേന്ദ്രൻ അലീനയെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്, സ്വന്തം മകളെ പോലെ കരുതുന്നുണ്ട്. ഡ്രസ്സുകള്, അതുപോലെ തന്നെ നമ്മുടെ അലീനയ്ക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങളെല്ലാം ബാലേന്ദ്രൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് കാണുമ്പോൾ വൈജയന്തിക്ക് തോന്നൂലോ ഇതിന്റെ ഒന്നും കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ വൈജയന്തിയുടെ ഓഫീസിൽ ഒരു കുരുപ്പുണ്ടല്ലോ, ഒരു കോഴി എന്ന് പറയാം, ഒരു കാട്ടുകോഴി. അവൻ എപ്പോഴും നമ്മുടെ വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അത് വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും വഴിവഴിച്ച് പോകുന്നതിന് കാരണമാകുന്നു. വേറെ ആരെക്കുറിച്ചും പറഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രനെ കുറിച്ച് കുത്തി പറയുന്നുണ്ട്. അപ്പം അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വൈജയന്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ട് വീഴ്ത്തിയെടുക്കുക. ഒരു കാട്ടുകോഴിയാണല്ലോ. അപ്പൊ വൈജയന്തി ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്താണ് വിചാരിക്കുന്നത്? ശരിയാണല്ലോ, അവളൊരു വെള്ളപ്പാറ്റയാണ്, മാത്രമല്ല കാണാൻ തരക്കേടില്ല, വേലക്കാരിയാണെന്ന് തോന്നില്ല. അതും മാത്രമല്ല, നമ്മുടെ ബാലേന്ദ്രൻ ഡ്രസ്സുകൾ മേടിച്ചു കൊടുക്കണു, അതുപോലെ ആ കുട്ടിയുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞു കണ്ട് സാധിച്ചു കൊടുക്കണു. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ശരിയാണ് എന്ന് ചിന്തിച്ചു പോവുകയാണ്. അപ്പം നമ്മുടെ വൈജയന്തിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ തലക്ക് കയറി പിടിക്കുകയാണ്. ഏതായാലും ഈ സംശയം മൂലം നമ്മുടെ വൈജയന്തി ഉണ്ടല്ലോ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ബാലേന്ദ്രൻ ഇതിനിടയിൽ അറിയുകയാണ് വൈജയന്തിയുടെ കുഞ്ഞ് തന്നെയാണ് ഈ അലീന എന്നും ആ ഒരു കാര്യങ്ങളൊക്കെ അറിയുകയാണ്. അതറിയുന്നത് നമ്മുടെ മാമച്ചനില്ലേ, മാമച്ചനും ഗ്രേസിയും രേവതിയൊക്കെ ഇല്ലേ, അപ്പം അവരിൽ നിന്നൊക്കെ തന്നെയാണ് അറിയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാനിപ്പോ പറഞ്ഞു കൊളവാക്കുന്നില്ല. കാരണം എനിക്ക് ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ കഥകളുമായിട്ട് എത്തണമല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാമേ. അപ്പൊ ഞാൻ ഇന്ന് ഇതെടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ നാളെ, പ്രത്യേകിച്ച് നാളത്തെ കഥ ഇനി ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ. അപ്പൊ ഇനിയിപ്പോ വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കാണുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ
നമ്മുടെ അലീനയുടെ ആ ഒരു ഫ്ലാഷ് ബാക്കും അതുപോലെ തന്നെ വൈജയന്തിയുടെ ഫ്ലാഷ് ബാക്കൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ അറിയുകയാണ്. ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് സ്നേഹം അലീനയോട് കൂടുതലുണ്ട്. സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കാണുന്നത്. അവിടെ വിചാരിച്ചോണം, ഒന്നെങ്കിൽ നമ്മുടെ വൈജയന്തിക്കിട്ട് നല്ല പണി കൊടുക്കായിരുന്നു ബാലേന്ദ്രന്. പക്ഷെ വൈജയന്തി അറിയാം, വൈജയന്തി ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. വൈജയന്തിയുടെ ഒരു ബോൾഡൻസ്, ഒരു ബോൾഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബോൾഡൻസ് ഒക്കെ ഇഷ്ടമാണ്. ആ ഒരു ബോൾഡ് ആയതുകൊണ്ടാണല്ലോ നമ്മുടെ വൈജയന്തി ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും സ്വന്തം കാലം നിൽക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ. പക്ഷെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ നമ്മുടെ ബാലേന്ദ്രൻ അറിഞ്ഞിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോൾഡ് ഒന്നും കാണില്ല. പിന്നെ അതൊക്കെ താഴെ പോകും, താഴെ വീണു പോകും. വൈജയന്തി അല്ലാതായി പോകും. പിന്നെ വൈജയന്തിയുടെ ഉള്ളിൽ ഒന്നും കാണില്ല. അപ്പൊ അതുകൊണ്ടാണ് പോട്ടെ സാരമില്ല, തന്റെ ഭാര്യയല്ലേ, തന്റെ 2 മക്കളുടെ അമ്മയല്ലേ, വിവാഹത്തിന് മുമ്പുണ്ടായ ഒരു ചെറിയൊരു അബദ്ധം മാത്രമായിട്ട് ബാലേന്ദ്രൻ കാണുന്നതും അലീനയെ കൂടുതൽ സ്നേഹിക്കുന്നതും. അങ്ങനെ ഒരു ദിവസം എനിക്കിട്ട് സംശയമാണ് കേട്ടോ, ഭയങ്കര സംശയമാണ് നമ്മുടെ വൈജയന്തിക്ക്. അപ്പൊ ഒരു ദിവസം നമ്മുടെ ബാലേന്ദ്രന് ഭയങ്കര നടുവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് വന്നു, ഭയങ്കര നടുവേദന. അപ്പം ബാലേന്ദ്രനാണെങ്കിൽ വല്ലാണ്ട് അങ്ങ് ആയിപ്പോയി. അപ്പം ബാലേന്ദ്രന്റെ ഈ ഇരിപ്പും നിപ്പൊക്കെ കണ്ടിട്ട് അലീന ചോദിച്ചു, അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണല്ലോ നമ്മുടെ ബാലേന്ദ്രനെ അലീന കാണുന്നത്, എന്താ പറ്റിയത് സാറിന് ചോദിച്ചപ്പം അത് പിന്നെ മോളെ എന്നാന്നറിയത്തില്ല, ഭയങ്കര നടുവേദന 2 ദിവസമായിട്ട്, ഒന്ന് പിഴിയാനും ഒഴിയാനൊക്കെ പോകണമെന്നാ തോന്നുന്നത്, പ്രായമൊക്കെ ആയില്ലേ എന്ന് പറയുമ്പം അതെ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ കുറച്ച് ചൂട് പിടിച്ചു തരാം, എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്, അതിട്ട് ഞാൻ ചൂട് പിടിച്ച് തരുമ്പോഴത്തേക്കും പതിയെ ഒരു വേദനയൊക്കെ അങ്ങ് മാറിക്കിട്ടുന്നു. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, ആണോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, മോള് ചൂട് പിടിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രന്റെ റൂമിനകത്തേക്ക്, വൈചേടൻ ബാലേന്ദ്രന്റെ റൂമിനകത്തേക്ക് ചൂടുവെള്ളമൊക്കെ ആയിട്ടൊരു ചെറിയൊരു വെള്ളത്തോർത്തൊക്കെ ആയിട്ട് ചെല്ലുകയാണ് ചൂട് പിടിക്കാനായിട്ട്. അങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നു. നമ്മുടെ അലീന ചൂടൊക്കെ പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോഴും അലീനയുടെ മനസ്സിൽ വേറെ കള്ളത്തരങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു വലിയൊരു മഹാപാവമാണെന്നോ എന്നൊന്നും ഓർക്കുന്നില്ല. ബാലേന്ദ്രൻ അറിയാം തന്റെ മകളുടെ പ്രായമാണ്, അത് മാത്രമല്ല തനിക്ക് ജനിക്കാതെ പോയ മകള് തന്നെയാണ്, വൈജയന്തിയുടെ കുഞ്ഞാണല്ലോ. അപ്പൊ പിന്നെ ആ ഒരു ഇതിലാണ്. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ വൈജയന്തി വരുന്നത്. വൈജയന്തി അപ്രതീക്ഷിതമായിട്ട് വരികയാണ്, പെട്ടെന്നൊരു വരവാണ് വൈജയന്തിയുടെ. അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ റൂമിനകത്തുനിന്ന് ആദ്യം ഷർട്ടില്ലാതെ ഇറങ്ങി വരുന്നു, പുറകെ നമ്മുടെ അലീന ഇറങ്ങി വരുന്നു. അയ്യോ, വൈജയന്തി ഞെട്ടി പേടിച്ച് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. നിങ്ങൾ എന്താ മനുഷ്യ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങ് ചെന്നില്ലേ ഉടവാൾ എടുത്തോണ്ട്. അലീനയാണെ പേടിച്ച് വിറച്ചു പോയി. അലീനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല, അലീനയ്ക്കൊന്നും പിടികിട്ടുന്നില്ല. അലീന പേടിച്ചിങ്ങനെ നിന്നപ്പോഴത്തേക്കും വൈജയന്തി ഇത് എന്താ വൈജയന്തി എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്താണെന്നല്ലേ എനിക്ക് മനസ്സിലായില്ലെന്നാണോ നിങ്ങൾ ഓർത്തത്? നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, ഇവളെയും കൂട്ടുപിടിച്ച്. വെറുതെ അല്ല നിങ്ങൾ ഇവളുടെ പുറകെ മണത്ത് നടന്നത്. സഹി കേട്ടിട്ട് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, ദേ നിർത്ത്, നിന്റെ ഈ വൃത്തികെട്ട സംസാരം നിർത്ത്, ഇല്ലെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്യാത്തത് ചെയ്യും. ഈ ബാലേന്ദ്രന് പെണ്ണുങ്ങളെ തല്ലി ശീലമില്ല, ഞാൻ അടിക്കണ്ടെങ്കിൽ നിർത്തിക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്കും, എന്നെ അടിച്ചാലെന്നെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ വൃത്തികേട് കാണിച്ചു കൂട്ടിയിട്ട് ദേ വൈജയന്തി നീ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. അവള് ഇപ്പൊ എന്റെ പുറകിൽ നിപ്പുണ്ട്, അവളുടെ കയ്യിലൊരു തോർത്തും ഒരു ബേസനും ഇരിക്കുന്നുണ്ട്, അതിനകത്ത് വെള്ളം നീ കണ്ടില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ദേ എന്നെ കൂടുതലും കലി പിടിപ്പിക്കരുത്, ഭ്രാന്ത് പിടിപ്പിക്കരുത്, സംശയിക്കാതിരിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു കൂട്ടാന്ന് പറയുമ്പം, എടി നീ എന്നെ സംശയിക്കടി, എടി നാണം ഉണ്ടോടി നിനക്ക്? ആ പെണ്ണിന്റെ മുമ്പിൽ നീ തരം താഴ്ന്നു പോവുക വീണ്ടും വീണ്ടും വീണ്ടും. എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടാത്തത് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് നടുവേദന എടുത്തിട്ട് ആ പെങ്കൊച്ച് എനിക്ക് ചൂട് പിടിച്ച് തരുമായിരുന്നു. എൻ്റെ ബബിതമോളും കൃഷ്ണമോളും ആ സ്ഥാനത്ത് മാത്രമേ ഞാൻ അലീനയെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് കാണേണ്ട ആവശ്യമില്ല. പിന്നെ നീ ഈ പറയുന്ന സംശയം അത് എന്നിലല്ലായിരുന്നു എനിക്ക് തോന്നേണ്ടത്. ആ സംശയം കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് പകുതിയൊക്കെ അങ്ങ് വിഴുങ്ങി വിടുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ. അപ്പോഴത്തേക്കും അങ്ങ് വൈജയന്തി ചൂടായില്ലേ. ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ അലീനയും പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പൊ അലീന പെട്ടെന്ന് കിച്ചണിലേക്ക് പോയപ്പോഴത്തേക്കും അലീനയുടെ പുറകിൽ ചെന്ന് ഞോണ്ടി നിനക്ക് നാണം ഇല്ലല്ലോടി, നിന്നെ ഇന്ന് ഇവിടെ നിന്ന് കെട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും, ഞാൻ എന്തിനാ നാണിക്കണത്? എൻ്റെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാ ഞാന്, എൻ്റെ സാറാണ്. എനിക്ക് ശമ്പളം തരുന്നു, എനിക്ക് അന്നം തരുന്നതും ഒക്കെയാണ്. അപ്പൊ എൻ്റെ അച്ഛന്റെ സ്ഥാനം തന്നെയാണ്. പോട്ടെ, ഈ കുടുംബത്തിൽ എന്നോട് കൂടുതൽ ആത്മാർത്ഥതയുള്ള ഒരാളാണ്. ഒരിക്കലും
മേഡം വിചാരിക്കുന്ന പോലെ ഒരുത്തിയല്ല ഞാൻ, ഇങ്ങനെയൊക്കെ പറയുന്നത് മഹാപാവമാണ് കേട്ടോ, മഹാപാവം. കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയരുത്. ഇദ്ദേഹത്തെ ഞാൻ എൻ്റെ അച്ഛനായിട്ടേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഒന്ന് ചൂട് പിടിച്ചു കൊടുത്തത് വലിയ പ്രശ്നമാണോ? അറിയാലോ, ഞാനും രോഗികളെ ശുശ്രൂഷിച്ചോണ്ടൊക്കെ ഇരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്താണ്. ഇങ്ങനെ ആ മനുഷ്യനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ സ്ത്രീ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന നേരെ മുത്തശ്ശിയുടെ അടുത്ത് പോയി പൊട്ടിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അലീന കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പം പറഞ്ഞു, ഓ അവളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ മോളെ. ഇതുപോലെ കണ്ണിച്ചോരയില്ലാത്ത ഒരുത്തി എന്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ, അവളോട് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലേന്ദ്രനും വൈജയന്തിയും തമ്മിൽ അവിടെ അടിയായി. അപ്പം ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശിക്കൊക്കെ എണീറ്റ് നടക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പൊ മുത്തശ്ശി വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ റൂമിനകത്ത് പോയി കിടന്ന് സൗകര്യം ചെയ്തു കൊടുക്കുവാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മോളെ നീ ഈ വയസ്സാം കാലത്ത് നിനക്കിട്ട് തല്ലേണ്ട കാര്യമൊന്നും എനിക്കില്ല. പക്ഷെ നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ ഈ നാക്ക് ശരിയല്ലെങ്കിൽ ഞാൻ തല്ലും. മര്യാദയ്ക്ക് ആയിക്കോളാൻ പറഞ്ഞു. ഓ അപ്പൊ അമ്മായിയമ്മയും മോനും ഇപ്പൊ ഒരുമിച്ചു. അല്ലേ, ഞാനിപ്പോ ആരായി? ഞാനിപ്പോ എവിടെ നിന്ന് വന്നവളായി? അപ്പോഴത്തേക്കും വൈജയന്തിക്ക് തന്നെ ഏകദേശം പിടികിട്ടിട്ടോ ഇത് ചൂട് കൊടുത്ത് നടന്ന സംഭവമാണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ നമ്മുടെ വൈജയന്തി ആദ്യം കണ്ടപ്പോ അങ്ങനെ തെറ്റിദ്ധരിച്ചും പോയി. പക്ഷെ അത് പിന്നെ അങ്ങോട്ട് എന്താ പറയാ, അത് അങ്ങോട്ട് ശരി വെച്ച് കൊടുക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് നമ്മുടെ വൈജയന്തി ഒട്ടക്കടന്ന് തറക്കിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ വൈജയന്തി അങ്ങ് പോയി കഴിഞ്ഞപ്പോ ബാലേന്ദ്രൻ പറയുവാണ് നമ്മുടെ മുത്തശ്ശിയോട്, അമ്മേ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം ശരിയല്ല കേട്ടോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് അമ്മയോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ അലീന അവിടെ നിപ്പുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബാലേന്ദ്രൻ മുത്തശ്ശിയോട് പറയുന്നത് ഇതാരാണ്, എന്താണ് അലീന ആരുടെ മകളാണെന്നൊക്കെ ഉള്ളൊരു സത്യം തുറന്നു പറയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം നമുക്ക് ബാക്കി കഥ ഇനി പിന്നെ ഞാൻ വരാട്ടോ, പിന്നെ ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറയാം. അപ്കമിങ് വിശേഷങ്ങൾ കൊണ്ടുവരാൻ ആർക്കും എല്ലാവരും പറയുന്നത് വേണ്ട, പിറ്റേ ദിവസത്തെ അതായത് പ്രേമ വിശേഷം മാത്രം പറഞ്ഞു പോകും ചിന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ടുള്ള കഥകൾ കൂടുതലും കൊണ്ടുവരാത്തതും നിങ്ങളോട് പറയാത്തതും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോ വേറെ കഥയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് അപ്കമിങ് വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേരെ, നമ്മൾ അപ്കമിങ് വിശേഷങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പം നാളത്തെ വിശേഷം നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രേമോ എന്നും പറഞ്ഞ് ഇതിന്റെ താഴെ തന്നെ ഇട്ടിട്ടുണ്ട്. അതാണ് നാളത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ അത് കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് പോയി നോക്കിക്കോളൂ. അപ്പൊ ഞാൻ പോവാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പൊ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ.